നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിലെ വിധി ഇന്ന് വന്നിരിക്കുകയാണ്. ജസ്റ്റിസ് ഹണി എം വർഗീസ് പ്രഖ്യാപിച്ച വിധിയിൽ ഒന്നാം പ്രതി പൾസർ സുനി അടക്കം 6 പേർക്കും 20 വർഷം കഠിന തടവും 50,000 രൂപ പിഴ ശിക്ഷയും വിധിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഇവരെ ക്രിമിനൽ ഗൂഢാലോചന, ബലാത്സംഗം എന്നീ കുറ്റങ്ങൾ മുൻനിർത്തിയാണ് ഇവർക്ക് ഈ ശിക്ഷ വിധിച്ചത്. അതോടൊപ്പം തന്നെ ജസ്റ്റിസ് ഇന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട തൻ്റെ ഭൂതകാലമൊക്കെ തിരഞ്ഞു പൊയ്ക്കോളൂ, പക്ഷേ അത് കോടതി നടപടികളല്ല, നടപടിക്രമങ്ങളെ മാനിച്ചായിരിക്കണം. ഒരു തരത്തിലുള്ള പൊതു സമൂഹത്തിന് മുന്നിൽ നടന്ന ചർച്ചകളൊന്നും ഈ വിധിയെ ബാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ പ്രതികളുടെ പ്രായമൊക്കെ കണക്കിലെടുത്താണ് ശിക്ഷ വിധിച്ച. അതിജീവിത അല്ലെങ്കിൽ അവർ കടന്നുപോയ ട്രോമ കൂടിയിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഈ വിധിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഇവർക്ക് മേൽ ചുമത്തപ്പെട്ട കുറ്റങ്ങൾക്ക് വിധിക്കപ്പെട്ട ഏറ്റവും കുറഞ്ഞ ശിക്ഷ കൂടിയിട്ടാണ് ഇവർക്ക് നൽകിയത് എന്നാണ് ഈ വിധിയിലേക്കാണ് ആദ്യം. അജിംസ്, നമുക്കറിയാം ഈ കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിയെ 20 വർഷം കഠിനടവിന് ശിക്ഷിക്കുന്നു. 8ാം പ്രതിയായ ദിലീപിനെ വെറുതെ വിടുകയുണ്ടായിരുന്നു. കേരളം ഏറെ കാത്തിരുന്നൊരു വിധിയായിരുന്നു. മൊത്തത്തിൽ ഈ വിധി കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? അതോടൊപ്പം തന്നെ ഒരു ജസ്റ്റിസിന് ഇതിൻ്റെ പേരിൽ നടക്കുന്ന അവർക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾക്ക് കൂടിയിട്ട് മറുപടി പറയേണ്ട ഒരു ഉത്തരവാദിത്വം, അല്ലെ പരോക്ഷമായിട്ട് പോലും നിങ്ങളതൊക്കെ ചെയ്തോളൂ, പക്ഷേ കോടതി വിധിയെയാണ് മുൻനിർത്തിയെന്ന് പറയേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായില്ലേ? അല്ല, ഈ വിധി ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന വിധി, അതായത് 8ാം പ്രതി അതിൽ നിന്ന് കുറ്റവിമുക്തനാക്കി എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അസ്വസ്ഥരാക്കിയ, നിരാശപ്പെടുത്തിയ ഒരു കാര്യം. അപ്പോൾ എല്ലാ കോടതി വിധിയും മൊത്തം പൊതുമനസാക്ഷിയെ തൃപ്തിപ്പെടുത്തുന്നതാണെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല. ഇവിടെ ഇപ്പോൾ ദിലീപിനെ ശിക്ഷിച്ചില്ല, ദിലീപ് പ്രതിയായേ പറ്റൂ എന്നുള്ള വാശിയേ അല്ല ഈ കോടതി വിധിയെ വിമർശിക്കുന്നവർക്കുള്ളത്, കോടതിയെ തന്നെ വിമർശിക്കുന്നവർക്കുള്ളത്. ദിലീപ് എന്തായാലും പ്രതിയായേ പറ്റൂ, അയാൾ ശിക്ഷിക്കാതെ പറ്റില്ല എന്ന വാശിയേ അല്ല. നമ്മൾ ഈ കേസിൻ്റെ ഹിസ്റ്ററി മറന്നുകൊണ്ടുകൊണ്ടാണ് അങ്ങനെ ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ ഹിസ്റ്ററി എന്താണ് യഥാർത്ഥത്തിൽ? ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് കൊച്ചി പോലൊരു നഗരത്തിൽ സംഭവിച്ചൊരു കുറ്റകൃത്യം. അതിജീവിത പരാതിപ്പെട്ടതുകൊണ്ട് മാത്രം കേസായതാണ്. സാധാരണ രീതിയിൽ സിനിമാ മേഖലയിൽ ഇതിന് മുമ്പ് ഇതുപോലത്തെ കേസുകൾ നടന്നിട്ടുണ്ട്. മലയാളത്തിൽ അറിയപ്പെടുന്നൊരു നടിയും നിർമ്മാതാവുമായ ഒരാളെ ഇതേ പ്രതി തട്ടിക്കൊണ്ടുപോയ കേസ്, ആ നടി പരാതി പിൻവലിച്ച് ആ കേസ് ഇല്ലാതായി പോയതാണ്. അപ്പോൾ ഈ അതിജീവിത ഇത് പുറത്ത് പറഞ്ഞുകൊണ്ടും പരാതി കൊടുക്കാൻ തയ്യാറായതുകൊണ്ടും മാത്രം ഉണ്ടായൊരു കേസാണിത്. ആ കേസിൻ്റെ തുടക്കം മുതലുള്ള ഹിസ്റ്ററി നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. അതിൽ അട്ടിമറികളുടെ തുടർ പരമ്പരയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. അട്ടിമറി, ആ കേസ് അട്ടിമറിക്കാൻ ഏതൊക്കെ തരത്തിൽ ശ്രമിക്കുന്നതിന് തുടർ ഇതാണ്. ഒന്ന്, ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള മഞ്ജു വാര്യരുടെ ആദ്യത്തെ പ്രസ്താവന എടുക്കുക. ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഒരു പെറ്റി ക്രിമിനലിന് ഒരിക്കലും ആ അതിജീവിതയെ പോലെ ഒരു സ്റ്റാറിനുള്ളൊരു നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിക്കാൻ ഒരിക്കലും കഴിയില്ല. അയാൾ ആഗ്രഹിച്ചാൽ പോലും അത് സാധിക്കില്ല. അപ്പോൾ അതിലൊരു കൃത്യമായ ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതിലൊരു ഗൂഢാലോചനയുമില്ല എന്ന് ആഭ്യന്തരമന്ത്രി ഒരു പൊതുവേദിയിൽ പ്രഖ്യാപിക്കുന്നു. അത് ആ പ്രതിയുടെ ഭാവന മാത്രമാണ്. ആ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത്. പ്രതിയുടെ ഭാവന മാത്രമാണ് എന്ന് ആഭ്യന്തരമന്ത്രി പറയുകയാണ്. ആ വാക്കുകൾ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഞാൻ അതിൻ്റെ വ്യംഗ്യാർത്ഥമല്ല ഉദ്ദേശിക്കുന്നത്, അല്ലാതെ തന്നെ അത് എടുത്തു നോക്കുക. അത് പ്രതിയുടെ ഭാവന മാത്രമാണെന്ന് മുഖ്യമന്ത്രി പറയുന്നത് എന്തുകൊണ്ടാണ്? അത് കഴിഞ്ഞ് ഈ ദിലീപിലേക്ക് അന്വേഷണം പോകുന്നപ്പോഴാണ് അത് ഈ പറയുന്ന പൊതുജനരോഷം കൊണ്ടോ WCC കൊണ്ടോ മട്ടാഞ്ചേരി മാഫിയ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടൊന്നുമല്ല. ഒരു കത്ത് ഫ്ലോട്ട് ചെയ്യുന്നു, ജയിലിൽ നിന്ന് പൾസർ സുനി എഴുതിയൊരു കത്ത് ഫ്ലോട്ട് ചെയ്യുന്നു. ആ കത്ത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദിലീപ് തന്നെ DGPക്ക് കത്ത് കൈമാറുന്നു. അപ്പോൾ ആ കത്തിൽ വസ്തുതയുണ്ട്, ഇത് ദിലീപുമായി ബന്ധമുള്ള കേസാണെന്ന് പോലീസിന് തോന്നുന്നു. പോലീസ് എന്ത് ചെയ്യുന്നു? ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നു. അതല്ലാതെ മുഖ്യമന്ത്രി തീരുമാനിച്ചുകൊണ്ടോ ഞങ്ങൾ സ്ത്രീ സംരക്ഷണമാണെന്ന് സർക്കാർ തീരുമാനിച്ചുകൊണ്ടോ അല്ലാതെ കേസുണ്ടായത്. ദിലീപ് തന്നെ വിചാരിച്ചിട്ടാണ് ആ കേസുണ്ടാകുന്നത്, അല്ലെങ്കിൽ ദിലീപിനെതിരെ കേസുണ്ടാകുന്നത്. ദിലീപിന് പറ്റുന്ന ആദ്യത്തെ അബദ്ധമാണ് ആ കത്തന്വേഷണം എന്ന് പറഞ്ഞ് പോലീസിനെ സമീപിച്ചത്. ഇനി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. 85 ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്നു. പരമാവധി കേരളത്തിലെ പോലീസ് എന്ന് പറഞ്ഞാൽ സ്കോട്ട്ലൻഡ് യാർഡ് പോലീസ് പോലെയാണെന്നാണ് പൊതുവെ പറയാറ്. ഈ പോലീസ് ഈ ദിലീപിൻ്റെ മൊബൈലൊന്ന് പരിശോധിക്കാൻ എത്ര കഷ്ടപ്പെട്ടു? മൊബൈൽ പരിശോധിക്കാൻ ദിലീപിനോട് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് കോടതി എത്ര പ്രാവശ്യം സമീപിച്ചു. ഇത് എൻ്റെ ഫോണാണ്, ഞാൻ എൻ്റെ സ്വകാര്യ ഫോറൻസിക് ലാബിൽ കൊണ്ട് പരിശോധിച്ചോളാം എന്നാണ് കോടതിയിൽ ദിലീപ് പറഞ്ഞത്. അപ്പോൾ ഈ മൊബൈൽ റെയ്ഡ് ചെയ്ത് പിടിച്ചെടുക്കാനോ അത് ഫോറൻസിക് പരിശോധനയ്ക്ക് ഹാജരാക്കാനോ പോലും പോലീസിന് കഴിഞ്ഞില്ല. എപ്പോഴത് പോലീസിൻ്റെ കയ്യിൽ ക്യാപ്ചറിങ് വരുന്നപ്പോഴാണ് ഇതിലെ മുഴുവൻ ഡാറ്റയും നീക്കം ചെയ്തതിന് ശേഷം വേണി കൊണ്ടുപോയി പരിശോധിച്ചോ എന്ന് പറഞ്ഞു കൊടുത്തു. അതിൽ നിന്ന് മുഴുവൻ ഡാറ്റയും നീക്കം ചെയ്ത ഫോണിൽ നിന്ന് ഒരു ശബ്ദ സന്ദേശം പോലീസിന് കിട്ടി, തെളിവായി പോലീസിന് കിട്ടി. അതിൽ നിന്നാണ് ഈ കേസ് മെനഞ്ഞെടുക്കുന്നത്. അപ്പോൾ തെളിവുകളില്ലാതെ തെളിവുകൾ നശിപ്പിക്കപ്പെട്ട് ദുർബലമായ ഒരു കേസുമായിട്ടാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് പോകുന്നത്. ആ പ്രോസിക്യൂഷൻ കോടതിയിൽ എന്താ നേടേണ്ടി വന്നു? കോടതി തന്നെ ഹോസ്റ്റൈലാണ്. ഒരു വനിതാ സാക്ഷിയെ കൂടി വിസ്തരിക്കണം എന്ന് ഒരു പ്രോസിക്യൂട്ടർ കോടതി പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞത് എന്താണെന്ന് അറിയാം?
ദിസ് ഈസ് നോട്ട് പ്രോസ്റ്റിറ്റ്യൂഷൻ, ദിസ് ഈസ് പ്രോസിക്യൂഷൻ. അതിൽ പ്രതിഷേധിച്ചാണ് പ്രോസിക്യൂട്ടർ സുരേശൻ രാജിവെച്ച് ഇറങ്ങി പോകുന്നത്. രണ്ടാമത് മറ്റൊരു പ്രോസിക്യൂട്ടർ കൂടി പിന്മാറുന്നു. എങ്ങനെ ഈ പ്രോസിക്യൂട്ടർമാർ പിന്മാറുന്നത്? പ്രോസിക്യൂട്ടർമാർ പിന്മാറുന്നത് കോടതി ഹോസ്റ്റലാവുന്നതുകൊണ്ട് മാത്രമല്ല, പ്രോസിക്യൂട്ടർക്ക് സ്റ്റേറ്റിൻ്റെ വേണ്ടത്ര പിന്തുണ കിട്ടാത്തതുകൊണ്ടാണ്. ഇന്ന് നമ്മൾ കണ്ടോ, ഇന്ന് പ്രോസിക്യൂട്ടർ ഒന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അയാൾ ഒറ്റയ്ക്കാണ്. അഡ്വക്കേറ്റ് അജയകുമാർ ഒറ്റയ്ക്കാണ്. അയാൾക്കൊരു അസിസ്റ്റൻ്റ് ഇല്ല. ഈ 2000 പേജോ 4000 പേജോ ഉള്ള കുറ്റപത്രമോ അല്ലെങ്കിൽ ഇന്നിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള ജഡ്ജ്മെൻറ്റോ അദ്ദേഹം ഒറ്റയ്ക്ക് ഇരുന്ന് വായിക്കണം. അദ്ദേഹത്തിൻ്റെ കൂടെ ആരുമില്ല. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഈ സ്റ്റേറ്റ് അത്രമാത്രം എന്താണ് ഈ പ്രോസിക്യൂഷനെ പിന്താങ്ങുകയും പ്രോസിക്യൂഷനെ ശക്തിപ്പെടുത്തുകയും അതിജീവിതയ്ക്ക് നീതി കിട്ടാൻ വേണ്ടി അങ്ങേറ്റം വരെ പോകും. അങ്ങനെയൊന്നുമല്ല. ഈ അജയകുമാറിനെ തന്നെ അതിജീവിത ഇങ്ങനെ വെച്ചാൽ മതി, എല്ലാവരും രാജിവെച്ച് പോകണം, അദ്ദേഹത്തെ വെച്ചാൽ മതി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആക്കിയതാണ്. ഇനി അദ്ദേഹത്തിന് ഈ കേസ് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിന് ലഭ്യമായ അന്വേഷണ സംഘം ലഭ്യമാക്കിയ മുഴുവൻ തെളിവുകൾ അദ്ദേഹം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടാകാം. കോടതി എന്ത് റീസണിങ് ആണ് ഈ ദിലീപിനെ വിട്ടയക്കാൻ കണ്ടെത്തിയത് എന്നുള്ളത് നമ്മൾ ജഡ്ജ്മെൻറ്റ് വായിച്ചാലേ മനസ്സിലാവുള്ളൂ. അതവിടെ നിൽക്കട്ടെ. എന്തായാലും അപ്പീൽ പോകും, കൂടുതൽ തെളിവുകൾ വന്നേക്കാം. ആ ജഡ്ജ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിന് വിലയിരുത്താൻ കഴിയും. നമ്മൾ വായിച്ചിട്ടില്ല ഇതുവരെ, നമുക്കറിയില്ല. ഇനി ലഭ്യമായ പ്രതികൾക്ക് കൊടുത്ത ശിക്ഷയെക്കുറിച്ച് പ്രോസിക്യൂട്ടർ തന്നെ പറഞ്ഞു, ഇത് നിയമപ്രകാരമുള്ള ഏറ്റവും മിനിമം ശിക്ഷയാണ് 20 വർഷം. അത് IPC പ്രകാരവും BNS പ്രകാരവും കൂട്ടബലാത്സംഗത്തിന് ഒരു പ്രതിക്കോ പ്രതികൾക്കോ കൊടുക്കാവുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് 20 വർഷം എന്ന് പറയുന്നത്. അതിൽ കുറഞ്ഞ ശിക്ഷിക്കാൻ പാടില്ല. ആ കുറഞ്ഞ ശിക്ഷയാണ് കോടതി നിന്ന് അനുവദിച്ചിട്ടുള്ളത്. അതാണ് പ്രോസിക്യൂട്ടർ പറയുന്നത്. പ്രോസിക്യൂട്ടർ പറഞ്ഞതിന് തൊട്ടപ്പം തന്നെ നിയമമന്ത്രി എന്താ പറയുന്നത്? അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് അടിപൊളിയാണ്. ഏത് 20 വർഷം എന്നുള്ളത് കൂട്ടബലാത്സംഗത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണെന്ന് അറിയാത്ത ആളല്ല മന്ത്രി രാജീവ് പറയുന്നത്. അടിപൊളി ശിക്ഷയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്, അടിപൊളിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു ഫ്രോയിഡിയൻ സ്ലിപ്പാണ്. നിയമമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു ഫ്രോയിഡിയൻ സ്ലിപ്പാണത്. അപ്പോൾ 2017 ഈ സംഭവം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഒന്നാം പിണറായി വിജയൻ സർക്കാരിന് കൃത്യമായ ശക്തമായ ഒരു സ്ത്രീപക്ഷ നിലപാടുണ്ടായിരുന്നു. അത് ഈ അതിജീവിതയുടെ കാര്യത്തിൽ മാത്രമല്ല, ശബരിമല സ്ത്രീ പ്രവേശനത്തിൻ്റെ കാര്യത്തിൽ, ജെൻഡർ ഇക്വാലിറ്റിയുടെ കാര്യത്തിൽ, അങ്ങനെ പല കാര്യങ്ങളിലും പുരോഗമന സ്വഭാവമുണ്ടെന്ന് കരുതുന്ന ഒരു നിലപാട് ഈ ഒന്നാം പിണറായി വിജയൻ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഹേമ കമ്മിറ്റി WCC രൂപീകരിച്ച് ഹേമ കമ്മിറ്റിയൊക്കെ പ്രഖ്യാപിക്കുന്ന സമയത്തോടുകൂടി ആ നിലപാടിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയിട്ടുണ്ട്. അത് ശബരിമലയുടെ വിഷയത്തിലും ഉണ്ടായിട്ടുണ്ട്, ഹേമ കമ്മിറ്റിയുടെ വിഷയത്തിലുണ്ടായിട്ടുണ്ട്, സിനിമാ മേഖലയിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളുടെ പേരിലുണ്ടായിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും സർക്കാർ പിന്നോട്ട് പോവുകയായിരുന്നു. ആ പിന്നോട്ട് പോക്കിൻ്റെ പരിണതഫലം കൂടിയാണെന്ന് നമ്മൾ കാണുന്ന കോടതി വിധി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാ സാർ, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്ന ഒരു ചർച്ച പ്രതിക്ക് വേണ്ടിയിട്ട് ഹാജരായ അഭിഭാഷകരെ കുറിച്ചിട്ടാണ്. അതിപ്പോൾ ദിലീപിൻ്റെ കേസിലാണെങ്കിലും ബാക്കി ഇപ്പോൾ പൾസർ സുനിക്കടക്കമുള്ള ഹാജരായ അഭിഭാഷകർ, അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് പ്രോസിക്യൂഷൻ ആയിട്ട് വന്നവരെ കുറിച്ചിട്ടുള്ള കമൻറ്റുകളും വരുന്നുണ്ട്. അത് തീരെ ദുർബലമായിരുന്നു, അതാണ് ഈ കേസിനെ ദുർബലപ്പെടുത്തിയെന്നുള്ള ആളുകളുടെ പ്രതികരണങ്ങളാണ് കാണുന്നത്. ഇന്നിപ്പോൾ വിധി കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അതോടൊപ്പം തന്നെ അതിജീവിതയ്ക്ക് നീതി കിട്ടിയെന്ന് കേരളത്തിൻ്റെ ഒരു പൊതുസമൂഹം ഈ വിധിയിലൂടെ വിശ്വസിക്കുമോ? ഈ പ്രോസിക്യൂഷനുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അത് ഇപ്പോൾ പറഞ്ഞ ഒരു 2 പ്രോസിക്യൂട്ടർമാർ ഞങ്ങൾക്കിപ്പം ഇത് വയ്യ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി എന്നുള്ളത് അത് നിസ്സാര കാര്യമല്ലല്ലോ, ഗുരുതരമായ സാഹചര്യമല്ല. പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്? അവരാരെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഒരു സ്റ്റേറ്റിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആക്ച്വലി ഈ അതിജീവിത അല്ല ഇരയാക്കപ്പെട്ട ആൾക്ക് അവർക്ക് നീതി മേടിച്ചു കൊടുക്കേണ്ട, അവരെ റെപ്രസെൻ്റ് ചെയ്ത് അവർക്ക് വേണ്ടി കോടതിയിൽ വാദിക്കേണ്ട ഉത്തരവാദിത്വം പ്രോസിക്യൂട്ടർക്കാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റിനാണ്. സ്റ്റേറ്റ് ഈ ഇരയെ ഏത് കേസിലാണെങ്കിലും ഇരയാക്കപ്പെട്ട ആളെ അവരുടെ പ്രൊട്ടക്ഷൻ എടുത്തുകൊണ്ട് അവരെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി വാദിക്കുകയാണ്. ഇതാണ് ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പോൾ 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാർ ഞങ്ങളെ കൊണ്ട് ഇത് വയ്യ എന്ന് പറഞ്ഞിട്ട് പണി നിർത്തി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആരാണ് അതിന് മറുപടി പറയേണ്ടത്? അല്ലെങ്കിൽ അവർക്ക് ഈ അങ്ങനെ പ്രോസിക്യൂട്ടർമാർക്ക് തുടരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ട, അവർക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം ഒരുക്കേണ്ട ഉത്തരവാദിത്വം ഇല്ലേ? അങ്ങനെ ഉണ്ടായിട്ടില്ല. അത് ഇപ്പോൾ അജിംസ് പറഞ്ഞാൽ അവസാനം ഈ മനുഷ്യൻ എന്താണ് അജയകുമാർ എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ തലയിൽ വന്നു. അദ്ദേഹം പരമാവധി ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, പരമാവധി വാദിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല കുറ്റക്കാരാണ്. ഈ ഗൂഢാലോചന മാറ്റി നിർത്തിയാൽ കൃത്യത്തിൽ പങ്കെടുത്ത ആളുകൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുന്നു, അവർക്ക് ശിക്ഷ കൊടുക്കുന്നു. ആ ശിക്ഷ അതിൽ സാധ്യമാവുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതിനൊരു അപ്പീൽ പോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തോ അതിൻ്റെ നിയമവഴിക്ക് പോട്ടെ. അപ്പോൾ ഇതിൽ പലതരത്തിലുള്ള ഡിബേറ്റുകൾ നടക്കുന്നുണ്ട്. അതിൽ സികേഷ് പറഞ്ഞ ഒരു സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന വേറൊരു സംഗതി ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ വിധിയെ അല്ലെങ്കിൽ ജഡ്ജിയൊക്കെ വിമർശിക്കുന്ന പല സംഗതികളും വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഒരു തരം ദിലീപ് ഈ കേസിൽ പ്രതിയായി, അതേപോലെ അപ്പുറത്ത് നിൽക്കുന്നത് ഒരു സെലിബ്രിറ്റിയാണ്, അങ്ങനെയുള്ള ഒരു ഭയങ്കരമായൊരു മീഡിയ ഹൈപ്പ് ഈ കേസിനുണ്ട്, വലിയ പ്രാധാന്യമുണ്ട്.
കോടതികൾ അങ്ങനെ ഈ മീഡിയ ഹൈപ്പും അതിൻ്റെ പ്രാധാന്യവും VIP സെലിബ്രിറ്റി സ്റ്റാറ്റസൊക്കെ നോക്കിയിട്ടാണോ കോടതികൾ വിധി പറയേണ്ടത്? കോടതികൾ സൂക്ഷ്മമായി അതിൻ്റെ നിയമവശങ്ങൾ പഠിച്ചിട്ടല്ലേ ഒരു ജഡ്ജിക്ക് അതിൽ സെൻറ്റൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു തരം ബഹളം, ഒരു തരം ആവേശം, കൈൻഡ് ഓഫ് മീഡിയ ട്രയൽ ഇവിടെ നടക്കുകയാണ് എന്ന വിമർശനം, വളരെ സത്യസന്ധമായിട്ട് തന്നെ ആ വിമർശനം ഉന്നയിക്കുന്ന ആളുകളുണ്ട്. ഇത് ഈ സോക്കോൾഡ് ദിലീപ് പക്ഷപാതികൾ, ദിലീപ് ഏട്ടൻ പാവാട ആ ടൈപ്പല്ല കേട്ടോ ഞാൻ പറയുന്നത്. വളരെ അക്കാഡമിക്കായിട്ട് തന്നെ ഈ പറയുന്ന മീഡിയ ട്രയൽ അല്ലല്ലോ കോർട്ട് ട്രയൽ എന്ന് പറയുന്നത്. അത് ശരിയാണ്. ഞാൻ ആ ഒരു വാദത്തെ, ഒരു സമൂഹത്തിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു ഹൈപ്പ് ഉണ്ടാകുന്നു, വലിയൊരു താല്പര്യം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു മീഡിയ ട്രയൽ നടക്കുന്നു, അതിനനുസരിച്ച് കോടതികൾ പെരുമാറണമെന്ന് പറഞ്ഞാൽ അത് ഒട്ടുമേ ശരിയല്ല. കോടതികൾ മെറ്റിക്കുലസ് ആയിട്ട് വളരെ മുമ്പിൽ വരുന്ന കേസ്, അതിലെ തെളിവുകൾ, അതിൻ്റെ നിദാനങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് മാത്രമേ കോടതി അല്ല ഒരു ജഡ്ജിന് തീർപ്പിലെത്താൻ പറ്റുള്ളൂ. അങ്ങനെ അല്ലാതെ ധാരാളമായി സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നം. പലപ്പോഴും പല കേസുകളിലും കോടതികൾ നാട്ടിലുണ്ടാകുന്ന ഈ സോക്കോൾഡ് പൊതുവികാരത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് വിധികൾ പ്രഖ്യാപിക്കുന്നത് പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിനകത്ത് അതിനൊന്നും വഴങ്ങാതെ ജഡ്ജ് വളരെ മെറ്റിക്കുലസ് ആയിട്ട് ഈ കേസിൻ്റെ നിയമവഴിയിലൂടെ മാത്രം സഞ്ചരിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ എന്തിനാണ് ഈ ബഹളം ഉണ്ടാക്കുന്നത് എന്ന് മാധ്യമങ്ങളോടും ഈ കേസിനെ വിമർശിക്കുന്നതെന്ന് ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അതാണോ ഇവിടെ ഒരു മീഡിയ ട്രയൽ ആണോ നടന്നത്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ജാഗ്രതയാണോ ഉണ്ടായതെന്നൊരു ക്വസ്റ്റ്യനാണുള്ളത്. ഞാൻ പറയുന്നത് മീഡിയയുടെ ഇതിലുള്ള താല്പര്യം മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയേക്കും. അപ്പോൾ സെലിബ്രിറ്റികൾ പങ്കാളികളായുള്ള കേസിൽ മീഡിയയ്ക്ക് സ്വാഭാവികമായിട്ടും താല്പര്യം ഉണ്ടാകും, അതിൻ്റെ വ്യൂവർഷിപ്പ് ബന്ധപ്പെട്ട എലമെൻറ്റുകളൊക്കെ ഉണ്ടാകും. ഇതിലൊറ്റ കാര്യം മാത്രമാണ് ഞാൻ ഒരു പോയിൻ്റായിട്ട്, ഇപ്പോൾ ജഡ്ജിൻ്റെ പശ്ചാത്തലം, ജഡ്ജിൻ്റെ അത് ജഡ്ജ് അങ്ങനെ ഇങ്ങനെ അത്തരം വിമർശനങ്ങളൊന്നും ഒരു പ്രസക്തിയില്ല. അങ്ങനെ ചെയ്യുകയും ചെയ്യരുത്. കാരണം കോടതിക്ക് ഏതൊരു ജഡ്ജാണെങ്കിലും അവർ സാമാന്യമായിട്ട് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ സ്വീകരിക്കേണ്ട അതിൻ്റെ ഒരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമം അനുസരിച്ച് തന്നെ ആയിരിക്കും പോയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അങ്ങനെയാണ് പോകേണ്ടത്. അല്ലാതെ ജഡ്ജിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം വെച്ച് അല്ലെങ്കിൽ പൂർവ്വ പശ്ചാത്തലം വെച്ച് മാത്രം നമ്മൾ കാര്യങ്ങൾ കാണുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ വിധികളെ പോലും ഇതാക്കേണ്ടി വരും. അദ്ദേഹം കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ EMS സർക്കാർ ഒരു മന്ത്രി ആയതിനു ശേഷമാണ് പിന്നെ അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജായിട്ട് സുപ്രീം കോടതിയിൽ ജഡ്ജായിട്ട് പോകുന്നത്. അപ്പോൾ അത്തരം സംഗതി നിൽക്കുന്ന ഒരു പ്രസക്തിയില്ല. ഒരു പ്രസക്തിയില്ല വെച്ചാൽ അത് ഒരു എന്താണ് വലിയ പ്രസക്തിയുള്ള കാര്യമല്ല. പക്ഷേ ഇവിടെ ഈ കോർട്ട് പ്രൊസീഡിങ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ നടന്നിട്ടൊരു സംഭവമുണ്ട്. എന്താണ്? ഇതിൽ ഇരയാക്കപ്പെട്ട അല്ലെങ്കിൽ കേസ് എന്താണ്? കൂട്ടബലാത്സംഗം. ഈ കൂട്ടബലാത്സംഗത്തിന് വിധേയയായിട്ടുള്ള ആൾ അവർ ഹയർ കോർട്ടിൽ പോയി പറഞ്ഞിട്ടുണ്ട്, എനിക്കെന്ത് ഈ ജഡ്ജിൽ നിന്ന് ഞാൻ നീതി പ്രതീക്ഷിക്കുന്നില്ല. അതൊരു എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷനാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ നിയമവ്യവഹാര ചരിത്രത്തിൽ അപൂർവമായിട്ട് മാത്രം സംഭവിച്ചിട്ടുണ്ടായ ഒരു കാര്യമായിരിക്കും. ഒരു പ്രാവശ്യമല്ല, എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. 3 പ്രാവശ്യം ഇതിൽ ഇരയാക്കപ്പെട്ട ആൾ, വാദിയായിട്ടുള്ള ആൾ, യുവർ ഓണർ, മൈ ലോർഡ്ഷിപ്പ്, എനിക്ക് ഈ ജഡ്ജിയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കുന്നില്ല, മാറ്റിത്തരണം. അപ്പോൾ അതിനെ എഗൻ നമ്മൾ ചേർത്ത് വായിക്കുക. 2 പ്രോസിക്യൂട്ടർമാർ ഞങ്ങളെ കൊണ്ട് വയ്യ, കോർട്ട് ഹോസ്റ്റൈലാണെന്ന് പറഞ്ഞാൽ അവർ പണി നിർത്തി പോകുന്നു. ഇരയാക്കപ്പെട്ട ആൾ ഹയർ കോർട്ടിൽ പോയി പറയുന്നു, ഞാൻ നീതി പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഞാൻ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഈ ഇരയാക്കപ്പെട്ട അതിജീവിതയായിട്ടുള്ള ആൾ ഈ ജഡ്ജിൽ നിന്ന് എനിക്ക് നീതി ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, അതുകൊണ്ട് മാറ്റിത്തരണം എന്നൊരു പ്രയറുമായിട്ട് ഹയർ കോർട്ടിനെ സമീപിച്ച ആ മൊമെൻറ്റിൽ ഹയർ കോർട്ടിൽ തീരുമാനം എടുക്കുന്നോ അല്ലോ എന്നുള്ള വിട്ടേക്കൂ, അവരങ്ങനെ സമീപിച്ചിരുന്നു. ആ മൊമെൻറ്റിൽ ജഡ്ജ് എന്ത് ചെയ്യണമായിരുന്നു? ഞാനിത് ഒഴിയുകയാണ് എന്ന് പറയാം. അതായിരുന്നു ഉയർന്ന ഒരു ഹയർ സ്റ്റാൻഡേർഡ്. ഇതിന് ജസ്റ്റിസ് ഡെലിവറിയുടെ ഒരു ഉയർന്ന സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അത്തരം അനുഭവങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. എത്ര ജഡ്ജിമാർ കേസ് ഒഴിഞ്ഞിട്ടുണ്ട്. എന്താ കേസ് ഒഴിയുന്നത്? ഈ പ്രതിഭാഗത്തിന് വേണ്ടി അല്ല അപ്പുറത്ത് വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു വക്കീൽ എൻ്റെ കൂടെ പഠിച്ച ആളാണ്, കോൺഫ്ലിക്റ്റ് ഓഫ് എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഇന്നൊരു ബന്ധമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വിദൂരമായ ബന്ധങ്ങളുടെ പേരിൽ അത് കേസിൻ്റെ മെറിറ്റുമായി ബന്ധപ്പെട്ടൊന്നും ആയിക്കൊള്ളണമെന്നില്ല, ഏതെങ്കിലും നിലക്ക് ഇതിൽ തന്നെ ബന്ധിപ്പിക്കാവുന്ന വിദൂര സാധ്യതകളുള്ള എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ ഞാൻ ഈ കേസ് ഒഴിയുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് നമ്മുടെ ജുഡീഷ്യറി ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അങ്ങനെ ഉണ്ടായിരിക്കെ, അങ്ങനത്തെ ഒരു പശ്ചാത്തലം ഉണ്ടായിരിക്കുകയാണ് ഇവിടെ ഈ ഇരയായിട്ടുള്ള ആൾ 3 തവണ
എനിക്ക് നീതി കിട്ടുമെന്ന്, ഈ ജഡ്ജിൽ നിന്ന് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഹയർ കോടതിനെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഗുരുതര സാഹചര്യമാണ്. അങ്ങനെ ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ദാറ്റ് ഹാസ് ബിക്കം പാർട്ട് ഓഫ് ദീസ് പ്രൊസീഡിങ്സ്. ഈ സോഷ്യൽ ഫേസ്ബുക്കിൽ എഴുതുന്ന മാതിരിയല്ലല്ലോ അത്. ഇതൊരു ലീഗൽ പ്രൊസീഡിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനൊരു ലീഗൽ പ്രൊസീഡിങ് ഇതിനകത്ത് നടന്നു എന്നുള്ളത് അതൊരു ഗുരുതര സാഹചര്യമാണ്. അപ്പോൾ ആളുകൾക്ക് സ്വാഭാവികമായിട്ടും സംശയങ്ങളുണ്ടാവും, ചോദ്യങ്ങളുണ്ടാവും. അതല്ലാത്ത മറ്റു നിലക്കുള്ള മീഡിയ ട്രയലും മീഡിയ ഉണ്ടാക്കുന്ന ബഹളങ്ങൾ, ആങ്കർമാർ ബഹളം വെച്ചതനുസരിച്ച് കോടതികൾ വിധികൾ എന്ന് പറയുന്ന കാര്യമില്ല, ഒരർത്ഥമില്ല. പിന്നെ ദിലീപ് പ്രതിയായേ മതിയാവൂ എന്ന് പറയുന്നതിലും അർത്ഥമില്ല. ഒന്നാമത് ആക്ച്വലി അദ്ദേഹം ഇതിൽ ഇൻവോൾവ്ഡ് ആണെങ്കിൽ തന്നെ ഗൂഢാലോചനയാണ് അങ്ങേർക്കെതിരെയുള്ള കുറ്റം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഗൂഢാലോചന ഒരു സാധാരണ കേസിൽ തന്നെ ഗൂഢാലോചന തെളിയിക്കുക എന്ന് പറഞ്ഞാൽ നല്ല പാടാണ്. കാരണം അത് ഗൂഢമാണ്, ആലോചനയുമാണ്. ഇതേപോലെ ഹൈ പ്രൊഫൈൽ കേസുകളിൽ അതിനേക്കാൾ പ്രശ്നമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ദിലീപ് പ്രതിയായില്ല, പിന്നെ ദിലീപിനെ ഒഴിവാക്കി, അത് ഭയങ്കര പ്രശ്നമാണ്. ഇങ്ങനെ ആ നിലക്കുള്ള സ്വീപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. പക്ഷേ ഇതിൽ ഇങ്ങനെയുള്ള ചില പിറ്റ് ഫാൾസ് ഇതിനകത്തുണ്ട്. 2 പ്രോസിക്യൂട്ടർമാർ പണി നിർത്തി പോയിട്ടുണ്ട്. ഇരയായിട്ടുള്ള ആൾ ഹയർ കോർട്ടിനെ സമീപിച്ചിട്ടുണ്ട്, എനിക്കിവിടുന്ന് നീതി കിട്ടില്ല എന്ന് പറഞ്ഞ് സമീപിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. അത് നമ്മുടെ ലീഗൽ ഹിസ്റ്ററിയിൽ അപൂർവമായിട്ടുള്ള ചില സന്ദർഭങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഇത് ഫർദർ ലീഗൽ ഇതിന് പോകുമായിരിക്കും, ഹയർ കോർട്ടുകളിൽ പോകുമായിരിക്കും. അത് ആ നിലക്ക് തന്നെ രേഖപ്പെടുത്തപ്പെടട്ടെ എന്നുള്ളതാണ് അതേക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തത്, ഇത് ഇപ്പോൾ നേരത്തെ അജിംസ് പറഞ്ഞല്ലോ, ഈ സമാനമായ സംഭവങ്ങൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നടന്നിട്ടുണ്ട്, നടക്കാറുണ്ട്. അതൊന്നും ഏതെങ്കിലും നിലക്കുള്ളൊരു ലീഗൽ പ്രൊസീഡിങ്സിലൂടെ കടന്നു പോകുന്നില്ല. പക്ഷേ ഇതങ്ങനെ കടന്നുപോയി എന്നുള്ളത് സ്റ്റെപ്പ് അഹെഡാണ്. ഈ നടിയെ പിടിച്ചുകൊണ്ട് കുറിച്ച് പൾസർ സുനി പറഞ്ഞു കേട്ടിട്ടില്ലേ, കോഴിയെ പിടിക്കുന്ന പോലെയുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതൊക്കെ കോഴിയെ പിടിച്ച് കൊണ്ടുപോകുന്നത് പോലെ സിമ്പിളായ ഒരു കാര്യമാണ്. ഇതൊക്കെ എന്തിനാണ് കേസാക്കിയെന്നാണ് ചോദിക്കുന്നത്. എന്തിനാണ് അങ്ങനെയൊക്കെ പോയത് എന്നാണ് പൾസർ സുനി ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ലോകത്ത്, അങ്ങനത്തെ ഒരു എക്കോസിസ്റ്റത്തിൽ, നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ അങ്ങനത്തെ ഒരു എക്കോസിസ്റ്റമാണ് ഉള്ളതെന്ന് ഹേമ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല കേട്ടോ, ഞങ്ങൾ ഇതിനെതിരെ ഫൈറ്റ് ചെയ്യും, കേസുകളുണ്ടാവും, നടപടികളുണ്ടാവും, പഴയപടി നടക്കില്ല എന്നൊരു സന്ദേശം കൊടുക്കാൻ ഈ എൻ്റയർ എപ്പിസോഡിന് സാധിച്ചിട്ടുണ്ട്. അപ്പം പഴയതുപോലെ ആയിരിക്കില്ല, ആർക്കും എപ്പോഴും കോഴിയെ പിടിക്കുന്നത് പോലെ ആളുകളെ പിടിച്ചു കൊണ്ടുപോയി എന്തും ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. ഇത് ഗുരുതരമായ പ്രതിരോധം ഇതിനെതിരെ ഉണ്ടാകും എന്നതാണ് ഈ കേസിൻ്റെ ഏറ്റവും വലിയ സന്ദേശം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, കേസിൻ്റെ വിവിധ ഘട്ടങ്ങളിലായി ആക്രമിക്കപ്പെട്ട നടി തന്നെ അവിശ്വാസം രേഖപ്പെടുത്തിയ ഒരു ജസ്റ്റിസ്, ആ കേസിൽ ആ ജസ്റ്റിസ് ഇന്ന് വിധി പറഞ്ഞിരിക്കുകയാണ്. ഇനി നീതി കിട്ടിയോ ഇല്ല എന്നുള്ള അതിജീവിതയുടെ ഒരു പ്രതികരണം കൂടി വരുമായിരിക്കാം. നമ്മൾ അതാണ് കാത്തിരിക്കുന്നത്.